എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. ഈ ഒരു കർമ്മത്തെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഗുരുപരമ്പരകളെ, ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 20 26 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ ഭഗവാനും പൃഥു മഹാരാജാവും തമ്മിലുള്ള സംഭാഷണം, പൃഥുവിൻ്റെ യജ്ഞശാലയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതും പൃഥുവിനെ അനുഗ്രഹിക്കുന്നതും എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പൃഥുവിന് ആരാണ് യഥാർത്ഥത്തിൽ നീ എന്ന്, അതായത് യഥാർത്ഥത്തിലുള്ള സത്ത, ഞാൻ എന്ന സത്ത എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പൃഥു മഹാരാജാവ് ഭഗവാനോട് പറയാണ്, അങ്ങ് എന്നോട് വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചല്ലോ. വരമൊന്നും വേണ്ട, വരമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, സദാ എത്ര ജന്മങ്ങൾ കിട്ടിയാലും എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയുന്ന ഒരു ഭക്തനായിട്ട് കഴിയാൻ പറ്റിയാൽ മതി. ഭഗവാൻ 1000 ചെവികൾ കാതുകൾ എനിക്ക് തരൂ. ഭഗവാന്റെ ആ നാമത്തെ, ഭാഗവതം കേൾക്കാൻ, ഭഗവത് ചരിതം, ഭഗവാന്റെ കഥകളെ, മഹാത്മ്യമേറിയ കഥകളെ എനിക്ക് എപ്പോഴും കേട്ട് അതിൻ്റെ ആനന്ദത്തെ അനുഭവിച്ച് കഴിയാനാണ് ഇഷ്ടം. മോക്ഷം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൃഥു പറയാണ്. അതോടൊപ്പം 26ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ലക്ഷ്മി ദേവിയെ പോലെ ആവണം എനിക്ക്. ലക്ഷ്മി ദേവി എന്താ? ഭഗവാൻ എവിടെയാണോ അവിടെയാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. ഭഗവാനോട് സദാ ചേർന്നിരിക്കുന്നു. ഭഗവാനെ വിട്ട് പിരിയാൻ പോലും പറ്റുന്നില്ല ലക്ഷ്മി ദേവിക്ക്. അതുപോലെ ആയിരിക്കണം ഈ പൃഥു എന്ന ഭക്തൻ. എപ്പോഴും ഭഗവാനിലേക്ക് ചേർന്ന്, മനസ്സിൽ എപ്പോഴും ഭഗവാൻ മാത്രം, ഭഗവാനിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരാളായിട്ട്, ഒരു ഭക്തനായിട്ട് ഇരിക്കണം. അതാണ് പൃഥു തൻ്റെ ആഗ്രഹത്തെ പറയുന്നത്. അതാണ് നമ്മൾ 26ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. ഇനി 27 ശ്ലോകം 27. അധ ആഭജേ ത്വാം അഖില പുരുഷോത്തമം ഗുണാലയം പത്മകരേവലാലസഃ അഭി ആവയഃ ഏകപദി സ്മൃതോഃ കലിഹി ന സ്യാദ് കൃതഃ ത്വച്ചരണ ഏകദാനയോഃ. ഇവിടെ പറയാണ് അതാ, ആയതിനാൽ എന്ന് വെച്ചാൽ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, ലക്ഷ്മി ദേവിയെ പോലെ തന്നെയുള്ളൊരു ഭക്തൻ, സദാ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ഒരു ഭക്തനായി മാറണം എന്ന് പൃഥു ആഗ്രഹം പറഞ്ഞില്ലേ. അതാ ആയതിനാൽ പത്മകരേവ ലാലസ, പത്മം കയ്യിലേന്തിയിരിക്കുന്ന ശ്രീ ഭഗവതി, അതായത് ലക്ഷ്മി ദേവി, ലാലസ എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക, അതേപോലെ ആഗ്രഹമുള്ളവനായിരിക്കണം ഞാൻ. അതെങ്ങനെ? ഗുണാലയം, എല്ലാ ഗുണങ്ങളുടെയും സംഭരണിയായിട്ടുള്ള, അഖില പുരുഷോത്തമം, എല്ലാം ഉൾപ്പെടുന്ന ഉത്തമ പുരുഷനായിട്ടുള്ള ആ ഭഗവാനെ, ത്വാം അങ്ങയെ, ആഭജേ എന്ന് വെച്ചാൽ സദാ ഭജിച്ചു കൊണ്ടിരിക്കുന്ന, സദാ അങ്ങയിൽ ലയിച്ചിരിക്കുന്ന, ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്ന അതാ സദാ ഭഗവത് ചിന്തയിൽ ലയിച്ചിരിക്കുന്ന പത്നിയായിരിക്കുക. അതേപോലെ എല്ലാ ഗുണങ്ങളുടെ സംഭരണിയും അഖില പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഏറ്റവും സകല ചരാചരങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള ആ ഭഗവാനെ സദാ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുക, സേവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് പൃഥു മഹാരാജാവ് പറയാണ്. അതോടൊപ്പം തൻ്റെ ഒരു ഭയം കൂടി പറയുകയാണ്. അഭി ആവയോഹോ, അങ്ങനെ വരുമ്പോൾ ആവയോഹോ, ഞങ്ങൾക്ക് 2 പേർക്കും, അതായത് ഭക്തനും ഭാര്യയും, ഭഗവാന് നോക്കുമ്പോൾ ഭക്തനും ഭാര്യയും, പൃഥു മഹാരാജാവും ലക്ഷ്മി ദേവിയും, ആവയോഹോ ഞങ്ങൾക്ക് 2 പേർക്കും ഇടയിൽ ഏകപതി സ്മൃതോഹോ, ഭഗവാൻ ഒരൊറ്റ പതിയാണ്, ഞങ്ങളുടെ 2 പേരുടെയും പതി ഭഗവാനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരൊറ്റ പതിയുള്ള ഞങ്ങളുടെ 2 പേരുടെയും ഒരു പതി, സംരക്ഷകൻ, അല്ലെങ്കിൽ ഒരേ ഒരു ആള് ഭരണാധികാരി അല്ലെങ്കിൽ നായകൻ എന്നൊക്കെ പറയാം നമുക്ക്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പേരിൽ സ്മൃതോഹോ, ഞങ്ങൾ തമ്മിലൊരു സ്പർദ്ധ ഉണ്ടാവുമോ? ഞാനും ലക്ഷ്മി ദേവിയും തമ്മിൽ കലിഹി
ന സ്യാദ് കൃതഃ, അങ്ങനെ ഒരു സ്പർദ്ധ വരുമോ എന്ന്, ന സ്യാദ് കൃതഃ, അങ്ങനെ ഉണ്ടാകുമോ അത് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് പറയാണ് ത്വദചരണ ഏകദാനയോഹോ, ഭഗവാന്റെ പാദാരബിന്ദങ്ങളിൽ, ആ പാദപങ്കജങ്ങളിൽ മാത്രം മനസ്സ് ഏകാഗ്രമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സ്പർദ്ധ, ഒരു എന്താ പറയുക, ഒരു വെറുപ്പ് ഉണ്ടാകുമോ എന്ന് എനിക്കൊരു ഭയം തോന്നുന്നു. അത്രയ്ക്ക് ലക്ഷ്മി ദേവിക്കൊപ്പം കട്ടയ്ക്ക് നിന്നിട്ട് ഭഗവാനെ മാത്രം മനസ്സ് ഏകാഗ്രമാക്കിയിരിക്കുന്ന ഭക്തനാവണം എനിക്ക്. അതാണ് എൻ്റെ ആഗ്രഹം, അതുമാത്രം മതി എന്ന് പറയാണ് പൃഥു മഹാരാജാവ്. അപ്പോൾ ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നത് പോലെ സകല ഗുണങ്ങളുടെയും സംഭരണിയും അഖില പുരുഷോത്തമനുമായിട്ടുള്ള ഭഗവാനെ സദാ സേവിച്ചുകൊണ്ടിരിക്കണം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഞാനും ആ ശ്രീ ഭഗവതിയും തമ്മിൽ എന്തെങ്കിലും ഒരു സ്പർദ്ധയുണ്ടാകുമോ എന്ന് പോലും എനിക്ക് ഭയം തോന്നുന്നു. ഞാൻ ആദ്യം എന്ന്. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും പതി ഭഗവാൻ മാത്രമാണ്. അപ്പോൾ ഭക്തനാണോ ഭാര്യയാണോ വലുത്, ഞങ്ങൾ രണ്ടുപേരും വാദിച്ച് ഭഗവാനെ സേവിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ വരുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. അതായത് ഒരു കാവ്യഭാവനയിൽ ലക്ഷ്മി ദേവിക്ക് ഒപ്പം തന്നെ ഭഗവാനെ സേവിക്കാൻ പറ്റുന്ന ഭക്തനാവണം, തൻ്റെ ആഗ്രഹം പറയാണ് പൃഥു. ശ്ലോകം 28. ജഗജ്ജനന്യാം ജഗദീശ വൈശ്യസം സ്യാദ് ഏവ യത് കർമ്മണി നഹ സമീഹിതം കരോഷി ഫൽഗു അഭി ഉരു ദീനവത്സല. ഫൽഗു അഭി ഉരു ദീനവത്സലഃ സ്വ ഏവ ദിഷ്ണി അഭിരതസ്യ കിം തയാ. ജഗജ്ജനന്യാം, ഈ ലോകമാതാവായിട്ടുള്ള ജഗത്തിൻ്റെ അമ്മയായിട്ടുള്ള ലക്ഷ്മി ദേവിയിൽ, ജഗദീശ അല്ലയോ ഈശ്വര, പൃഥു മഹാരാജാവ് പറയണം അല്ലയോ ജഗദീശ്വര, ആ ലക്ഷ്മി ദേവിയിൽ വൈശ്യസം സ്യാദ് ഏവ, എനിക്കൊരു കോപം ലക്ഷ്മി ദേവിയോട് സ്യാദ് ഏവ ഉണ്ടായേക്കാം, ഇങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പറയാണ് ന സമീഹിതം യത് കർമ്മണി, ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ഈ കർമ്മത്തിൽ, ന സമീഹിതം, ഞാനും ഒരേ ലക്ഷ്മി ദേവി പോലെ തന്നെ സദാ ഭഗവാനിൽ ചേർന്നിരിക്കണം എന്ന് തന്നെയാണ് ന സമീഹിതം, ഞാനും ആഗ്രഹിക്കുന്നത്. യത് കർമ്മണി, ഞങ്ങളുടെ കർമ്മത്തിൽ, കരോഷി എന്ന് വെച്ചാൽ പരിഗണിക്കുക. അങ്ങ് ആരെയാണ് കൂടുതൽ പരിഗണിക്കുക? ഭാര്യയും ഭക്തനും ചെയ്യുന്ന കർമ്മം ഒരേപോലെ ഭഗവാനെ സേവിക്കുന്നു. അപ്പോൾ അങ്ങ് ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുക? അതാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ഫൽഗു അഭി ഉരു ദീനവത്സല. ഫൽഗു എന്ന് വെച്ചാൽ ഉരു എന്ന് വെച്ചാൽ വളരെ മഹത്തായ, ഫൽഗു എന്ന് വെച്ചാൽ നിസ്വാർത്ഥ സേവനം. അങ്ങയുടെ ഭക്തൻ ലക്ഷ്മി ദേവി ചെയ്യുന്നത് പോലെ വളരെ വലിയ മഹത്വമേറിയത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വളരെ നിസ്വാർത്ഥമായിട്ട് അങ്ങയെ സേവിക്കുന്ന ഭക്തനെ, ദീനവത്സല, പാവങ്ങളോട് വാത്സല്യമുള്ള ഭഗവാനെ അങ്ങ് എങ്ങനെ പരിഗണിക്കാതിരിക്കും? അങ്ങേക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്നെ. ലക്ഷ്മി ദേവിയോളം പറ്റുന്നില്ല എങ്കിൽ പോലും നിസ്വാർത്ഥമായി അങ്ങയെ സേവിക്കുന്ന ഈ ഭക്തനെ, ദീനവത്സലനായ അങ്ങേക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് അടിയിലൊരു കുശുമ്പ് കൂടി പറയുന്നു കേട്ടോ. അതാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. സ്വ ഏവ, അങ്ങ് സ്വന്തം, ദിഷ്ണി, അങ്ങയുടെ ഐശ്വര്യത്തിൽ, അഭിരതസി, പൂർണ്ണ സംതൃപ്തനാണ്. അങ്ങ് സർവ്വ ഐശ്വര്യങ്ങളും തികഞ്ഞ ഉത്തമ പുരുഷനാണ്. അങ്ങയുടെ സ്വന്തം ആ മഹാത്മ്യത്തിൽ അങ്ങ് സംതൃപ്തനുമാണ്. അപ്പോൾ പിന്നെ കിം തയാ, ഇനി അങ്ങയുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ ആവശ്യം എന്താ? അതായത് ഒരു ചെറിയ കുശുമ്പ്, ലക്ഷ്മി ദേവിയോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, ദേവിക്കാണല്ലോ സദാ ഭഗവാനോട് ചേർന്നിരിക്കാനുള്ള ഭാഗ്യം. അതെന്തിനാ? അങ്ങ് തന്നെ എല്ലാം തികഞ്ഞ അങ്ങയുടെ സ്വന്തം ഐശ്വര്യത്തിൽ പൂർണ്ണ സംതൃപ്തനാണ്. അപ്പോൾ പിന്നെ അങ്ങയെ സേവിക്കാൻ ലക്ഷ്മി ദേവിയുടെ ആവശ്യമില്ല. പക്ഷേ ഞാൻ എന്നത് ഒരു ഭക്തനാണ്. അപ്പോൾ ഭക്തൻ എന്ന് പറഞ്ഞാൽ വലിയ മഹത്തായ സേവനമൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിസ്വാർത്ഥമായി അങ്ങയെ പൂജിക്കുന്ന ഭക്തനെ അങ്ങേക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ലക്ഷ്മി മാതാവിനോട് ഒരു ചെറിയ കുശുമ്പ് പോലെ തോന്നിയിട്ട് പൃഥു മഹാരാജാവ് പറയുന്ന വാക്കുകളാണ് കേട്ടോ, ആ സ്നേഹാധിക്യം കൊണ്ട്. ജഗത്തിൻ്റെ ജനനിയായ അമ്മയോട് എനിക്കൊരു ദേഷ്യം വൈരാഗ്യം ഉണ്ടാവുമോ? കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് കർമ്മം ചെയ്യുന്നത് അങ്ങയെ സേവിക്കുന്ന കാര്യത്തിൽ. ഞാനും ലക്ഷ്മി ദേവിയെ പോലെ സദാ ഭഗവാനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിസ്വാർത്ഥമായി ഭഗവാനെ സേവിക്കുന്ന എന്നെ, ഈ ഭക്തനെ ഭഗവാനെ എങ്ങനെ പരിഗണിക്കാതിരിക്കാൻ പറ്റും? ഇനി അങ്ങയുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ സ്വന്തം ഐശ്വര്യങ്ങൾ കൊണ്ട് പൂർണ്ണ സംതൃപ്തനായിരിക്കുന്ന അങ്ങേക്ക്
എനിക്ക് ഇനി ഒരു ഐശ്വര്യ ദേവത കൂടെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഭക്തനെ അങ്ങേക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്ന്, അതായത് കൂടുതൽ സ്ഥാനം എനിക്ക് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ആഗ്രഹം, ആ സ്നേഹാധിക്യത്താൽ പൃഥു മഹാരാജാവ് ഭഗവാനെ അറിയിച്ചതാണ് കേട്ടോ. ശ്ലോകം 29. ഭജന്തി അധ ത്വം അധ ഏവ സാധവഃ വ്യുതസ്ഥ മായാഗുണ വിഭ്രമ ഉദയം ഭവത് സ്മരണാത് ഹൃദേ സദാം ഭവത് സ്മരണാത് ഹൃദേ സദാം നിമിത്തം അന്യത് ഭഗവന്ന വിദ്മഹേ. എന്നിട്ട് പറയാണ് അഥാ ആയതിനാൽ, അങ്ങനെ അതുമാത്രം ഭഗവാന്റെ പാദസേവ ചെയ്ത് ആ പാദങ്ങളിൽ ശരണാഗതി അടയുന്ന ഭക്തനായി ഇരിക്കാൻ മാത്രം സാധിച്ചാൽ മതി. ആയതിനാൽ ഭജന്തി, അതായത് ഞാൻ അങ്ങയെ ഞാൻ അങ്ങയെ ധ്യാനിക്കുന്നു, ഭജിക്കുന്നു. അധ ഏവ സാധവഃ, സാധുക്കൾ. അപ്പോൾ പറയാണ് സാധുക്കൾ, അതായത് സജ്ജനങ്ങൾ, വിദസ്ത എന്ന് വെച്ചാൽ ഇല്ലാതാവുക, മായാഗുണ വിഭ്രമ ഉദയം, മായയുടെ ആ വലയത്തിൽ നിന്ന് മുക്തരായ, അതില്ലാതായ, അതിൽ നിന്ന് മുക്തി നേടിയ സാധുക്കൾ, ഭവത് പദ അനുസ്മരണാത്, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നിരന്തരം സ്മരിക്കുന്നു. ഹൃദേ സദാം, സദാം എന്ന് വെച്ചാൽ ഭക്തജനങ്ങൾക്ക്, ഹൃദേ അതൊഴികെ നിമിത്തം അന്യത്ത്, മറ്റു എന്തെങ്കിലും വേണമെന്ന് ന വിദ്മഹേ, എനിക്കറിയില്ല, ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്ന്, ന വിദ്മഹേ, മനസ്സിലാക്കുന്നില്ല എന്ന്. സജ്ജനങ്ങൾക്ക്, മായയുടെ മറയിൽ നിന്നും മുക്തി നേടിയ സജ്ജനങ്ങൾക്ക്, അതാണ് വിദസ്ത മായാഗുണ വിഭ്രമ ഉദയം, മായയുടെ മറയിൽ നിന്നും പുറത്തു കടന്ന സജ്ജനങ്ങൾക്ക്, അങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് പിന്നെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുക എന്നതു മാത്രമാണ് അവർക്ക് ആഗ്രഹം. അതല്ലാതെ മറ്റെന്തെങ്കിലും അവർ ആഗ്രഹിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്നെ പോലെ ഒരു ഭക്തൻ സദാ ഇനി അങ്ങയുടെ പാദസേവ ചെയ്ത് അങ്ങയുടെ പാദങ്ങളെ നിരന്തരമായി സ്മരിച്ച് അതിൽ ശരണാഗതി അടഞ്ഞ് കഴിയുന്ന ഒരു ഭക്തനായി ഇരിക്കും. എനിക്കത് മാത്രം മതി. അതല്ലാതെ ആ മായയിൽ നിന്നും മുക്തനായവന് പിന്നെ വേറെന്ത് ആഗ്രഹം? ഇത് മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ കാണുന്ന സർവ്വ ആഗ്രഹങ്ങളും മായയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിൽ നിന്നും പുറത്തു കടന്ന ആ ഭക്തന് പിന്നെ ഒരേ ഒരാഗ്രഹമുള്ളൂ, ഭഗവാനിന് ശരണാഗതി അടയുക, അതിലിങ്ങനെ ലയിച്ചിരിക്കുക, അത്ര മാത്രമേ ആഗ്രഹിക്കാനുള്ളൂ എന്ന്. ശ്ലോകം 30. മന്യേ ഗിരം തേ ജഗതാം വിമോഹിനീം വരം വൃണീഷ്വ ഇതി ഭജന്തം ആത്തയത് വാചാനുതന്ത്യ യതി തേ ജനഃ അസിതഃ കഥം പുനഃ കർമ്മ കരോതി മോഹിതഃ. മന്യേ, ഞാൻ മനസ്സിലാക്കുന്നു, ഗിരം തേ, അങ്ങയുടെ വാക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പൃഥു മഹാരാജാവ് പറയാണ്. ജഗതാം വിശ്വമോഹിനി, ഈ ജഗത്തിലെ സകല മനുഷ്യരെയും മോഹിപ്പിക്കുന്ന അങ്ങയുടെ വാക്കുകൾ, മോഹിപ്പിക്കുന്നതാണ് അങ്ങയുടെ വാക്കുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏത് വാക്കുകൾ? വരം വൃണീഷ്വ ഇതി, വരം സ്വീകരിച്ചുകൊള്ളൂ എന്ന് ഇപ്രകാരമുള്ള അങ്ങയുടെ വാക്കുകൾ. ഭജന്തം ആത്തയത്ത്, അങ്ങയെ ഭജിക്കുന്ന ഒരു ഭക്തനോട്, ഭജന്തം ആത്ത യത്, ആരാണോ അങ്ങയെ ഭജിക്കുന്നത്, അങ്ങനെ അങ്ങയെ സേവിക്കുന്ന ആരാധിക്കുന്ന ഒരു ഭക്തനോ അങ്ങ് എന്താ ചെയ്തു കൊടുക്കാം? അവൻ ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു കൊടുക്കും. വരം സ്വീകരിച്ചുകൊള്ളൂ എന്ന് അങ്ങ് പറയും, അതായത് അങ്ങ് അനുഗ്രഹിക്കും അവരെ. അപ്പം എന്താ സംഭവിക്കുക? ഈ അങ്ങനെ വരുമ്പോൾ അത് ഈ ഭക്തനെ, അതാണ് ജഗതാം വിമോഹിനി, ലോകത്തുള്ള ഭക്തന്മാരെ അതായത് മായയിൽ പെടുത്തിക്കളയുന്ന. വരം സ്വീകരിച്ചോളൂ എന്ന് പറയുമ്പോൾ ഭൗതിക ലോകത്തുള്ള ആഗ്രഹങ്ങളല്ലേ വരമായിട്ട് മേടിക്കുക, അത് ആളുകളെ മായയിൽ പെടുത്തിക്കളയുമല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയെ പൂജിച്ചാരാധിക്കുന്ന ഒരു ഭക്തനിൽ തൃപ്തനായി കഴിഞ്ഞാൽ അങ്ങ് ആദ്യം ചോദിക്കുക, വരം സ്വീകരിച്ചോളൂ എന്നിൽ നിന്ന്, എന്ത് വരമാണ് വേണ്ടത് എന്ന് അങ്ങ് ചോദിക്കും. അങ്ങയുടെ ഈ വാക്കുകളാണ് മനുഷ്യനെ മോഹിപ്പിച്ച് ഈ മായയിൽ പെടുത്തിക്കളയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മന്യേ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു. വാച ന്യൂതന്ത്യ, അങ്ങയുടെ വാക്കുകളാകുന്ന തന്ത്യ, അതായത് ചരടുകൊണ്ട്, യതി തേ ജനഃ ആസിതഃ, അതുകൊണ്ട് ആളുകൾ, ജനങ്ങൾ ആസിതഃ എന്ന് വെച്ചാൽ ബന്ധിക്കപ്പെടുന്നില്ല എങ്കിൽ, മനസ്സിലായോ? അങ്ങയുടെ ഈ വാക്കുകൾ, വരം വേണോ എന്നുള്ള അങ്ങയുടെ ഈ വാക്കുകളാകുന്ന കയറുകൊണ്ട് മനുഷ്യർ ബന്ധിക്കപ്പെടുന്നില്ല, അപ്പോൾ അതിനെ നിരസിക്കുന്ന, ഒരു വരവും വേണ്ട എന്ന് അങ്ങനെയാണ് എല്ലാവരും പറയുന്നതെങ്കിൽ, അതാണ് ആ പറയുന്നത്, തേ ജനഃ ആസിതഃ, ജനങ്ങൾ ആ കയറാൽ ബന്ധിക്കപ്പെടുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക?
എല്ലാവർക്കും മുക്തി നേടും അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ സൃഷ്ടി നടക്കാതെ വരും. അതാണ് കഥം പുനഃ, പിന്നെ എങ്ങനെയാണ് കർമ്മകരോതി മോഹിത, ഫലേച്ഛ കർമ്മങ്ങൾ, അതായത് ഫലം ആഗ്രഹിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് മനുഷ്യർ മോഹിക്കാതിരിക്കുക എന്നാണ്. അങ്ങനെ വരണം. അങ്ങനെ വന്നാലേ സൃഷ്ടികർമ്മം നടക്കുകയുള്ളൂ. എല്ലാവരും മായയിൽ നിന്ന് മുക്തരായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് സൃഷ്ടിയില്ല. ബ്രഹ്മാവ് വേണ്ട, വിഷ്ണു വേണ്ട, മഹേശ്വരൻ വേണ്ട, പ്രപഞ്ചം ഉണ്ടാവില്ല. സൃഷ്ടിയില്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാവുമോ? ഈ സൃഷ്ടികർമ്മവും സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്ത ത്രിമൂർത്തികൾ വേണോ? ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ അങ്ങയുടെ ഈ വാക്കുകളാണ് മനുഷ്യനെ മോഹവലയത്തിൽ പെടുത്തുന്നത്. ഈ വാക്കുകളാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ലോകത്ത് അതായത് കാമിച്ചു കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മം പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? അതുള്ളത് കൊണ്ടാണല്ലോ പുനർജന്മങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴാണല്ലോ ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ പറ്റുന്നത്. അപ്പോഴാണല്ലോ മഹാവിഷ്ണുവിന് സ്ഥിതി നടത്താൻ പറ്റുന്നത്. അപ്പോഴാണല്ലോ മഹാദേവന് സംഹാരം നടത്താൻ പറ്റുന്നത്. ഇതിനെയൊക്കെ നടക്കണമെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കണം, ഇവിടെ സൃഷ്ടി നടക്കണം, ഇവിടെ പുനർജന്മങ്ങൾ ഉണ്ടാവണം. എല്ലാവരും മുക്തിയിൽ നേടി, മായയിൽ നിന്ന് മുക്തരായി മുക്തി നേടി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. അപ്പം മായ എന്തിനാ? ഭഗവാൻ ആ പ്രകൃതി തന്നെ എന്തിനാണ് ഈ മായയെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരാണ് ഇവിടെ വന്നത്. മായയില്ലെങ്കിൽ പ്രപഞ്ചമില്ല. മായയിലാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. എല്ലാവരും മുക്തി ഇങ്ങനെ നേടി, ആത്മജ്ഞാനം നേടി മുക്തി നേടി പോയാൽ പിന്നെ ലോകമുണ്ടോ? പ്രപഞ്ചമില്ല, ലോകമില്ല, ഒന്നുമില്ല. അപ്പം ഈ ലോകം നിലനിൽക്കണമെങ്കിൽ മായ വേണം. എല്ലാ മനുഷ്യരും മായയിൽ പെടും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടുത്തെ പാദസേവ ചെയ്യുന്ന ഭക്തന് വരം വേണോ ചോദിച്ചുകൊള്ളൂ, എന്നിൽ നിന്ന് സ്വീകരിച്ചോളൂ എന്ന് പറയുന്നത്. അപ്പോൾ വരം ആഗ്രഹിക്കുന്ന ഭക്തൻ വരം ചോദിക്കുന്നു. ആ വരത്തിൽ ആ അനുഗ്രഹത്തെ അനുഭവിച്ച് അവൻ ജീവിക്കുമ്പോൾ അവൻ കാമിച്ച് കർമ്മം ചെയ്യുന്നതിനായി തൽഫലമായി പുനർജന്മങ്ങൾക്ക് വിധേയമാവുന്നു. എന്നാൽ അതേസമയം വിവേകിയായ ഒരു നിഷ്കാമ ഭക്തൻ എന്ത് ചോദിക്കും? ഒരു വരവും വേണ്ട ഭഗവാനെ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന ഒരു ബുദ്ധി ഉണ്ടല്ലോ, എൻ്റെ കഴിവ് കൊണ്ട് ഇതൊക്കെ എനിക്ക് അനുഭവിക്കണം, ഞാൻ അനുഭവിക്കണം എന്ന ചിന്തയില്ലാതെ അങ്ങനെ ഒരു നിഷ്കാമ ഭക്തനായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ അതിന് മായയിൽ നിന്ന് ഈ കാണുന്നതൊക്കെ മായയാണെന്ന് മനസ്സിലാവണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ വാക്കുകളാണ് ആളുകളെ ഭ്രമിപ്പിക്കുന്നത്. അതാണ് പുനർജന്മത്തിന് കാരണമാവുന്നത്. പക്ഷെ അതില്ലെങ്കിൽ ഈ ലോകമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഋതു പറയുന്നത്. ശ്ലോകം 31. ത്വത് മായയാ അദ്ധാ ജന ഈശാ ഗണ്ഠിതാഃ യത് അന്യത് ആശാസ്തഃ യത് അന്യത് ആശാസ്ത ഹൃദാത്മന അബുദ്ധഃ. ത്വത് മായയാ അദ്ധാ ജന ഈശഃ ഖണ്ഡിതഃ യത് അന്യത് ആശസ്ത ഹൃദ ആത്മനഃ അബുദ്ധഃ. യഥാ ചരേത് ബാലഹിതം പിതാ സ്വയം തഥാ ത്വം ഏവ അർഹസി നഃ സമീഹിതും. ത്വത് മായയാ, അങ്ങയാൽ, അവിടുത്തെ മായയാൽ, അദാജന, സാധാരണ ജനങ്ങൾ, ഈശ, അല്ലയോ ഭഗവാനെ, ഖണ്ഡിതഃ, യാഥാർത്ഥ്യത്തെ മറന്നു പോകുന്നു, മുറിഞ്ഞു പോകുന്നു. അങ്ങയുടെ മായാശക്തിയുടെ വൈഭവത്താൽ മനുഷ്യരെല്ലാം യഥാർത്ഥ സത്തയെ അറിയാതെ അതിനെ മറന്നു പോകുന്നു എന്ന്. അതാണ് ഖണ്ഡിതഃ. അങ്ങനെ വരുമ്പോൾ അബുദ്ധഃ, അങ്ങനെ അജ്ഞാനികളായ മനുഷ്യർ, യത് അന്യത് ആശസ്ത, മറ്റുള്ളതിനെ ആഗ്രഹിക്കുന്നു, ആത്മന, ആത്മാവിനെ ഒഴികെ, അതായത് ഞാൻ ആരാണെന്ന് അവനവനെ സ്വയം കണ്ടെത്തുക. അവനവൻ തന്നെയാണ് ഈശ്വരൻ. ആ അവനവനാകുന്ന ആത്മാവാകുന്ന ഈശ്വരൻ ഒഴികെ മറ്റുള്ളതിനെ ആഗ്രഹിച്ചു പോകുന്നത് അങ്ങയുടെ മായാവൈഭവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അങ്ങയുടെ മായയിൽ പെട്ട് വീഴുന്നത് കൊണ്ടാണ് മനുഷ്യൻ അങ്ങയെ ഒഴികെ, അതായത് ഭഗവാൻ എന്ന് പറയുന്നത് ആത്മാവാണ്, ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ സത്തയാണ്, അവൻ അതാണ് യഥാർത്ഥത്തിൽ. അപ്പം സ്വയം അവനവൻ തന്നെയാകുന്ന ആ ഈശ്വരനെ ഒഴികെ മറ്റുള്ളതിനെ, അതാണ് യത് അന്യത് ആശസ്തേ, മറ്റുള്ളതിനെ ആഗ്രഹിക്കുന്നതിന് കാരണം അങ്ങയുടെ ആ മായയിൽ പെട്ടുപോകുന്നതും സത്യത്തെ മറന്നു പോകുന്നത് കൊണ്ടാണ്. യഥാ, എന്താണോ ചരേത് ബാലഹിത പിതാ സ്വയം, ഒരു പിതാവ് സ്വയം, ബാലഹിതം, തൻ്റെ പുത്രന് ഹിതമായിട്ടുള്ളത് ചരേത്, ചെയ്യുന്നത് എന്നതുപോലെ, തഥാ, അതുപോലെ, ത്വം ഏവ അർഹസി, അങ്ങ് അർഹനാണ്, ന സമീഹിതും, എനിക്കുചിതമായത് നൽകുവാൻ അങ്ങ് അർഹനാണ്. കേട്ടോ? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്.
എനിക്ക് എന്താണോ ഉചിതമായത് എന്നുള്ളത് എനിക്കറിയില്ല, അങ്ങേക്കറിയാം എനിക്ക് ശ്രേഷ്ഠമായത് എന്താണെന്ന്. അതുകൊണ്ട് ഒരു പിതാവ് സ്വന്തം പുത്രന് ഉചിതമായത് എന്താണോ ചെയ്തു കൊടുക്കുന്നത്, അതുപോലെ എനിക്ക് ശ്രേഷ്ഠമായത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അടുത്ത നിമിഷം എന്തെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ശ്രേഷ്ഠമായത് ഉചിതമായത് എന്താണെന്ന് അങ്ങേക്കറിയാം. അത് ഒരു പിതാവ് പുത്രന് ചെയ്തു കൊടുക്കുന്നത് പോലെ അങ്ങ് എനിക്ക് ചെയ്തു തരാൻ അർഹനാണ്. കാരണം എന്താ? പുത്രൻ പിതാവിനെ എങ്ങനെ ആശ്രയിച്ചു ജീവിക്കുന്നു, അതുപോലെ ഞാൻ അങ്ങയിൽ ശരണാഗതി അടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു പിതാവ്, ഒരു അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ, അവർക്ക് ഏറ്റവും നല്ലതിനെ നൽകി കൊടുക്കുന്നത് പോലെ അങ്ങ് നോക്കാൻ അങ്ങ് അർഹനാണ്. അതിന് ഞാനിതാ ഒരു പുത്രനായിട്ടാണ് അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി എന്നെ അങ്ങ് ഏറ്റെടുത്തോളൂ. ഇതാണ് അഹം, ഞാൻ എന്ന ഈഗോ ശമിച്ചുകൊണ്ടുള്ള ഭക്തിയുടെ ഭാവം എന്ന് പറയുന്നത്. എന്താണോ തരുന്നത് അതിനെ ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കാനുള്ള മനസ്സ്, അതാണ് യഥാർത്ഥത്തിലുള്ള നിഷ്കാമ ഭക്തിയായിട്ട് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും, നമ്മൾ എന്താഗ്രഹിച്ചാലും, നമ്മൾ ചിന്തിച്ച പോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും, കാരണം അടുത്ത നിമിഷം എന്തെന്ന്, അടുത്ത ദിവസം എന്തെന്ന് നമുക്കറിയില്ല. ഇതിനെയെല്ലാം നിശ്ചയിക്കുന്ന ആ പ്രകൃതിക്കറിയാം അടുത്ത നിമിഷം എന്താണെന്ന്. അതുകൊണ്ട് ആ അമ്മ എനിക്ക് അല്ലെങ്കിൽ ആ ഭഗവാൻ എനിക്ക് ശ്രേഷ്ഠമായതാണ് നൽകുന്നത് എന്നുള്ള നമ്മുടെ മനസ്സിലാക്കൽ, അപ്പോൾ നമ്മളൊരു പുത്രിയായി അല്ലെങ്കിൽ ഒരു പുത്രന് തുല്യമായിട്ട് അല്ലെങ്കിൽ ഒരു മകൾക്ക് തുല്യമായിട്ട് ആ അമ്മയിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞിട്ട് സറണ്ടറായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, പിന്നെ അങ്ങ് ആ അമ്മ അല്ലെങ്കിൽ ആ ഭഗവാൻ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത്, മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇവിടെ പുത്രഭാവത്തിൽ അല്ലെങ്കിൽ പുത്രീഭാവത്തിൽ നിൽക്കാൻ നമുക്ക് പറ്റണം. എനിക്കൊന്നും അറിയില്ല അമ്മേ, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം അവിടെ നിന്നാണെന്നുള്ള നമ്മുടെ ചെറുപ്പത്തിൽ, നമ്മൾ ഒരു 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മുടെ അച്ഛനമ്മമാരെ എങ്ങനെ കണ്ടിരുന്നു, അതുപോലെ നമുക്ക് ആ ഭഗവാനെ കാണാൻ സാധിക്കണം. അതിന് വലുതായി വളർന്നു വന്നപ്പോൾ തൊട്ട് നമ്മുടെ ഉള്ളിൽ വേരുറച്ചു പോയ ആ ഈഗോ, ഞാൻ അത് കൊഴിഞ്ഞ് ഇല്ലാതാവണം. ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തുമ്പോഴാണ് പ്രകൃതി നമുക്കെല്ലാം, ആ ഭഗവാൻ നമുക്കെല്ലാം അനുഗ്രഹിച്ചു നൽകുന്നത്. അതാണ് ഇവിടെ ഋതു മഹാരാജാവ് പറഞ്ഞത്. ഇനി ശ്ലോകം 32, മൈത്രേയ ഉവാച. അപ്പം നമുക്കറിയാം മൈത്രേയ മഹർഷി വിതുരരോട് പറയാണ്, ഇതി ആദിരാജേന നുദഹ സ വിശ്വദൃക് തം ആഹ രാജൻ മയി ഭക്തി അസ്തു തേ ദൃഷ്ട്യാ ഈദൃശീ ധീ മയി തേ കൃതായയാ മായാം മദീയാം തരതി സ്മ ദുസ്ത്യജാം. മൈത്രേയ മഹർഷി പറയാണ്, ഇപ്രകാരം ആദിരാജേന, ആദ്യരത്തെ രാജാവായ പൃഥുമഹാരാജാവിനാൽ നുദഹ ആരാധിക്കപ്പെട്ട സഹ വിശ്വദൃക് ആ ഭഗവാൻ തം ആഹ പൃഥുവിനോടായിട്ട് ഇപ്രകാരം പറഞ്ഞു, രാജൻ, അല്ലയോ രാജാവേ, മയി ഭക്തി അസ്തു തേ, നിനക്ക് മയി എന്നിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടായി ഭവിക്കട്ടെ എന്ന് ഭഗവാൻ. അപ്പോൾ പൃഥു അതാണല്ലോ ആഗ്രഹിച്ചത്, ചഞ്ചലപ്പെടാതെ, മനസ്സ് മറ്റൊന്നിലും പോവാതെ ലക്ഷ്മിക്ക് തുല്യം അചഞ്ചലമായ ഭക്തി നിനക്ക് എന്നിൽ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് പറയാണ്, ദൃഷ്ട്യാ ഈദൃശീ ദിഹി, അതായത് ഈ ഒരു രീതിയിൽ നിന്റെ സൗഭാഗ്യത്താൽ നിനക്ക് ഈദൃശീ ദിഹി, ഇത്തരം ഒരു ബുദ്ധി ഉണ്ടായില്ലേ, മയി തേ കൃതായയ, എന്നാൽ തേ നിനക്ക് കൃതായയ ചെയ്യപ്പെട്ടതിനാൽ, ഇത്തരം ഞാൻ അനുഗ്രഹിച്ച നിനക്ക് ഇങ്ങനെയൊരു പ്രചോദിതമായ ബുദ്ധി, മായയിൽ നിന്ന് മുക്തമായ ഒരു ബുദ്ധി ഞാൻ അനുഗ്രഹിച്ച് നിനക്ക് കിട്ടിയതിനാൽ, മായാം മദീയാം, എൻ്റെ മഹത്തായ ആ മായാശക്തിയെ, ദുസ്ത്യജാം, മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള അതിനെ, തരതി സ്മ, നീ തരണം ചെയ്യുക തന്നെ, നീ അതിനെ മറികടക്കുക തന്നെ ചെയ്യും. ഇനി നീ മായയിൽ പെടില്ല. കാരണം ഞാൻ അനുഗ്രഹിച്ചു,
മായയിൽ പെടുമ്പോഴാണ് മനസ്സ് ചഞ്ചലപ്പെടുന്നത്. അപ്പോൾ നിനക്ക് ഇനി എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് ഇങ്ങനെ പ്രചോദിതമായ ഒരു ബുദ്ധിയെ ലഭിച്ചിരിക്കുന്നു. അതിനാൽ മറികടക്കാൻ പ്രയാസമേറിയ ആ മായയെ ഇനി നീ നിഷ്പ്രയാസം തരണം ചെയ്യും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. ഇപ്രകാരം പൃഥു മഹാരാജാവ് പറയുന്ന വാക്കുകൾ കേട്ട് ഭഗവാൻ പൃഥുവിനോട് ഇപ്രകാരം പറഞ്ഞു, എന്നിൽ അചഞ്ചലമായൊരു ഭക്തി നിനക്കുണ്ടാവട്ടെ. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ പ്രചോദിതമായ ബുദ്ധി ഉള്ളത് കൊണ്ട് നിന്റെ ഭാഗ്യമാണ്, സൗഭാഗ്യമാണ് അത് നിനക്ക് കിട്ടിയത്. ആയതിനാൽ നീ ഇനി മറികടക്കാൻ പ്രയാസമേറിയ എൻ്റെ മായാശക്തിയെ നിഷ്പ്രയാസം തരണം ചെയ്തു കടക്കും. ഇനി നീ ആ മായയിൽ പെടില്ല എന്ന് പൃഥുവിനെ അനുഗ്രഹിച്ചു. ശ്ലോകം 33. തത് ത്വാം കുരു മയാ ആദിഷ്ടം അപ്രമത്തഃ പ്രജാപതേ മത് ആദേശകരഃ ലോകഃ സർവത്ര ആപ്നോതി ശോഭനം. എന്നിട്ട് പറയാണ്, തത് ത്വാം ആയതിനാൽ, തത് ത്വാം നീ, കുരു ചെയ്താലും, മയാ ആദിഷ്ടം ഞാൻ എന്താണോ നിനക്ക് നിർദ്ദേശിച്ചു തന്നത് അതിനെ നീ ചെയ്താലും, അപ്രമത്ത അഹങ്കാരമില്ലാതെ, പ്രജാപതേ അല്ലയോ രാജാവേ, മഹാവിഷ്ണു വിളിക്കുകയാണ്, അല്ലയോ പൃഥു മഹാരാജാവേ, ആയതിനാൽ ഞാൻ നിനക്ക് നിർദ്ദേശിച്ചു തന്ന നിന്റെ കർമ്മങ്ങളെ, രാജ്യഭരണമായിട്ടാണല്ലോ ഇപ്പം പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഞാൻ നിനക്ക് നിർദ്ദേശിച്ചു തന്ന നിന്റെ കർമ്മങ്ങളെ നീ യഥാവിധി ഞാൻ എന്ന അഹങ്കാരം, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന അഹങ്കാരമില്ലാതെ നീ ഭംഗിയായി നിർവഹിച്ചാലും, മത് ആദേശകരഹ എൻ്റെ നിർദ്ദേശങ്ങളെ, ഞാൻ പറയുന്നതിനെ, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ നിങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ലോകഹ ജനങ്ങൾ, സർവത്ര ആപ്നോതി ശോഭനം എല്ലായിടത്തും ശോഭിക്കുന്നു, ശ്രേഷ്ഠരായി തീരുമെന്ന് അതാണ് പറഞ്ഞത്. അപ്പോൾ ഞാനെന്ന അഹങ്കാരമില്ലാതെ ഞാൻ നിനക്ക് നിർദ്ദേശിച്ചു തന്ന, നിന്നെ നിർദ്ദേശിച്ചു തരാന്ന് വെച്ചാൽ ഭഗവാൻ അവിടെ ഇന്നത് ചെയ്യൂ എന്ന് നിർദ്ദേശിച്ചു കൊടുക്കലല്ല. നമ്മൾ എവിടെയാണോ ജനിക്കുന്നത്, എന്താണോ നമ്മളിലേക്ക് പ്രകൃതിദത്തമായി വന്നു ചേരുന്ന കർമ്മങ്ങൾ, അതിനെ സ്വധർമ്മമായി ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരമില്ലാതെ സ്വധർമ്മമായി കണ്ടുകൊണ്ട് ആ കർമ്മത്തെ എല്ലാം, ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ചലിപ്പിക്കുന്നത് ഭഗവാനാകുന്ന ശക്തിയാണ് എന്നറിഞ്ഞ് ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ കർമ്മത്തെ നീ ചെയ്താലും, അങ്ങനെ കർമ്മം ചെയ്യുന്നവർ എല്ലായിടത്തും ശോഭിക്കും, ശ്രേഷ്ഠരായി തീരുമെന്നും പറഞ്ഞു ഭഗവാൻ. ശ്ലോകം 34. മൈത്രേയ ഉവാച ഇതി വൈനസ്യ രാജർഷേ പ്രതിനന്ദ്യ അർത്ഥവത് വചഃ പൂജിതഃ അനുഗൃഹീത്വാ ഏനം ഗന്ധും ചക്രേ അച്യുതഃ മതീം. ഇതി ഇപ്രകാരം വൈനസ്യ രാജർഷേ, വേനപുത്രനായ രാജർഷിയായ പൃഥു രാജാവിൻ്റെ അർത്ഥവത് വചഃ, അർത്ഥവത്തായ ആ വാക്കുകളെ കേട്ടിട്ട് പ്രതിനന്ദ്യ ഭഗവാൻ പൃഥുവിനെ അഭിനന്ദിച്ചു. എന്നിട്ട് പൂജിതഃ പൃഥുവിനാൽ പൂജിക്കപ്പെട്ട് അനുഗ്രഹീത്വാ ഏനം ഭഗവാൻ പൃഥുരാജാവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അച്യുതഃ ഭഗവാന്റെ മതി മനസ്സിൽ ഗന്ധും ചക്രേ തിരിച്ചു പോകുവാൻ ഭഗവാൻ തീരുമാനിച്ചു. നേരത്തെ തിരിച്ചു പോകാൻ തീരുമാനിച്ചെങ്കിലും അപ്പം മനസ്സ് വന്നില്ലായിരുന്നു. ഇപ്പോൾ ഭഗവാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പൃഥു മഹാരാജാവ് ഭഗവാനോട് ഒരു വരവും വേണ്ട, അവിടത്തെ സേവിച്ചാൽ മാത്രം മതി എന്നുള്ള അർത്ഥവത്തായ വാക്കുകളെ കേട്ടപ്പോൾ പൃഥുവിനെ അഭിനന്ദിച്ചു. പൃഥുവിൻ്റെ ആരാധനയൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് അനുഗ്രഹിച്ച് ഇനി അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് തീരുമാനിച്ചു. ശ്ലോകം 35, 36 ഒരുമിച്ച്. ദേവർഷി പിതൃ ഗന്ധർവ സിദ്ധ ചാരണ പന്നകാഹ കിന്നര അപ്സരസ മർത്യ ഗഖ ഭൂതാനി അനേകശഃ യജ്ഞേശ്വരാധിയാ രാജ്ഞാ വാക് വിത്ത് അഞ്ജലി ഭക്തിദഃ സഭാജിതായയുഃ സർവേ വൈകുണ്ഠ അനുഗതാ തതഃ. അനന്തരം ഇപ്പം ഭഗവാൻ വരുമ്പോൾ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ദേവർഷിമാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, പന്നകന്മാർ, കിന്നരന്മാർ, അപ്സരസ്സുകൾ, മർത്യ മനുഷ്യർ, ഖഖ ആകാശചാരികൾ, ഭൂതാനി, അങ്ങനെ നിരവധി ഭൂതഗണങ്ങൾ, അനേകശഃ അനേകായിരം ഭൂതഗണങ്ങൾ, ഇവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരെല്ലാം യജ്ഞേശ്വരഃ ദിയ, അവരിലൊക്കെ പൃഥു മഹാരാജാവ് ഈശ്വരനെ യജ്ഞേശ്വരഃ ദിയ
ഭാവിയ ഭഗവത് ബുദ്ധിയോടെ അതിനെയൊക്കെ അവരിലൊക്കെ ഈശ്വരത്തിനെ കണ്ടുകൊണ്ട് അവരെയൊക്കെ രാജ്ഞ ആ പൃഥുരാജാവ് വാക്ക് വിത്ത അഞ്ജലി ഭക്തിദ മധുരമായ വാക്കുകൾ, വിത്തം ധനം, കൂപ്പുകൈകൾ, അങ്ങനെ ഭക്തിയിലൂന്നിയ രീതിയിൽ അവരെയൊക്കെ സേവിച്ചപ്പോൾ അതിനെയൊക്കെ സ്വീകരിച്ചിട്ട് സഭാജിത ഉചിതമായ രീതിയിൽ ആരാധിക്കപ്പെട്ട അവർ എല്ലാവരും യയു അവിടെ നിന്നും വൈകുണ്ഠ അനുഗത തഥ വൈകുണ്ഠ ഭഗവാനെ അനുഗാമികളായിട്ട് ഭഗവാന്റെ അനുഗാമികളായിട്ട് ഭഗവാന്റെ പിന്നാലെ അവരെല്ലാം അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് സർവേ അവരെല്ലാം യയുഹു പോയി എന്നാണ് പറയുന്നത്. അപ്പം ഭഗവാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ദേവർഷിമാരും പിതൃഗണങ്ങളും ഗന്ധർവന്മാരും സിദ്ധചാരണന്മാരും പന്നകന്മാരും കിന്നര അപ്സര സ്ത്രീകളും മനുഷ്യരും ആകാശചാരികളും ഭൂതഗണങ്ങളും ഇവരെല്ലാവരും ഭഗവാനോടൊപ്പം വന്നവരെല്ലാം പൃഥുവിനിൽ നിന്നും വേണ്ട രീതിയിൽ ഉചിതമായ രീതിയിൽ ആരാധനയെ പൂജയെ സ്വീകരിച്ചു. പൃഥു അവരെ എല്ലാവരിലും ഈശ്വരാംശത്തെ കണ്ട് മധുരമായ വാക്കുകൾ, പണം, ധനം, കൂപ്പകൈകൾ, പിന്നെ നിഷ്കാമമായ ഭക്തി, ഇതോട് പൃഥു നൽകിയ ആരാധനയെ പൂജയൊക്കെ സ്വീകരിച്ച് അവരെല്ലാം മഹാവിഷ്ണുവിനോടൊപ്പം അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ശ്ലോകം 37 ഭഗവാൻ അഭിരാജർഷേ സഹ ഉപാധ്യായസ്യ അച്യുതഃ ഹരൻ ഇവ മനോഹോ അമൂഷ്യ സുധാമ പ്രത്യപദ്യതഃ. ഭഗവാനഭി ആ ഭഗവാൻ രാജർഷിയായിട്ടുള്ള പൃഥുവും സ ഉപാധ്യായസ്യ അദ്ദേഹത്തോടൊപ്പം അവിടെ നിന്നിരുന്ന പുരോഹിതന്മാര്, ബ്രാഹ്മണന്മാര്, ആ യജ്ഞശാലയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സിൽ അച്യുതഃ ഭഗവാൻ അച്യുതൻ ച്യുതിയില്ലാത്ത മഹാവിഷ്ണു ഹരൻ ഇവ മനോഹോ അമൂഷ്യ എന്ന് വെച്ചാൽ അവരുടെയൊക്കെ മനോഹോ മനസ്സിനെ, ഹരൻ ഇവ എന്ന് വെച്ചാൽ കാർന്ന് അങ്ങോട്ട് പിടിച്ചു എന്ന് അവരുടെയൊക്കെ മനസ്സിൽ ഭഗവാൻ അങ്ങ് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ട് അങ്ങനെ സ്വധാമ പ്രത്യപദ്യത ഭഗവാൻ അങ്ങനെ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി എന്ന്. അവിടെ ആ യജ്ഞശാലയിൽ നിന്ന് പൃഥുവിൻ്റെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരുടെയും മനസ്സിനെ കാർന്ന് പിടിച്ച് അവരുടെയൊക്കെ ഉള്ളിൽ അചഞ്ചല പ്രതിഷ്ഠ നേടി ഭഗവാൻ അങ്ങനെ അവിടെ നിന്നും സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. പൃഥു ആകട്ടെ എന്ത് ചെയ്തു? ശ്ലോകം 38 അദൃഷ്ടായ നമസ്കൃത്യ നൃപഃ സന്ദർശിതാത്മനെ അവ്യക്തായ ച ദേവാനാം ദേവായ സുപുരം യയൗ. അതായത് അദൃഷ്ടായ തൻ്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായവനും സന്ദർശിതാത്മനെ ഈശ്വരനാണെന്ന് സന്ദർശിത ആത്മനെ തനിക്ക് ആത്മാവാണ് ഈശ്വരൻ എന്ന് വെളിപ്പെടുത്തി തരുകയും അവ്യക്തനായിട്ടുള്ളവനും ദേവാനാം ദേവായ ദേവന്മാരുടെ ദേവനും ായിട്ടുള്ള ആ ഭഗവാനെ നമസ്കരിച്ചിട്ട് ഭഗവാൻ പോയപ്പോൾ അവിടെ നിന്ന് ഭഗവാനെ നമസ്കരിച്ചിട്ട് നൃപഃ പൃഥു മഹാരാജാവ് സ്വപുരം യയൗ സ്വന്തം നഗരത്തിലേക്ക് തിരിച്ചുപോയി എന്ന്. അപ്പോൾ തനിക്ക് താൻ ആരെന്ന് വ്യക്തമാക്കി തരികയും അവ്യക്തനും അതോടൊപ്പം തൻ്റെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനാവുകയും ദേവന്മാരുടെ ദേവനുമായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് അങ്ങനെ പൃഥു മഹാരാജാവും സ്വന്തം നഗരത്തിലേക്ക് തിരിച്ചുപോയി. ഭഗവാനാകട്ടെ പൃഥു അചഞ്ചല ഭക്തനായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാനും ഭഗവാന്റെ കൂടെ വന്ന മറ്റെല്ലാ അവരും സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ നമ്മുടെ ഈ ഒരു 20ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പൃഥുവിൻ്റെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നതിനെ ഭഗവാൻ തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്ന ഭഗവാനെ അങ്ങനെ മനസ്സിലാക്കുന്നവനല്ല യഥാർത്ഥ ഭക്തൻ. ഭഗവാൻ എന്താണോ എനിക്ക് തരുന്നത് അതാണ് എൻ്റെ ശ്രേഷ്ഠത. കാരണം നാളെ എനിക്ക് എന്താണ് നല്ലത് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, അതെൻ്റെ നന്മയ്ക്കോ തിന്മയ്ക്കോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വ്യക്തമായി അറിയാവുന്ന ഭഗവാൻ എനിക്ക് ഇന്ന് തരുന്നത് എൻ്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഞാൻ ശിരസാ നമസ്കരിച്ച് സ്വീകരിക്കുന്നു. കാരണം എനിക്ക് ഉചിതമായതേ ഭഗവാൻ എനിക്ക് തരൂ എന്ന അടിയുറച്ച ഭാവം, ഒരു പുത്രഭാവം അല്ലെങ്കിൽ ഒരു പുത്രീഭാവത്തിൽ ആ ഭഗവാനിൽ ശരണാഗതി അടയുക. അപ്പോൾ ഒരു കുഞ്ഞിനെ കുഞ്ഞ് ആഗ്രഹിക്കുന്ന പോലെയല്ല,
അച്ഛനും അമ്മയ്ക്കും അറിയാം ആ കുഞ്ഞിന് എന്താ വേണ്ടതെന്ന്, അതാണ് അവർ ആ കുഞ്ഞിന് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ. അതിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അച്ഛനമ്മമാർ മക്കളെ ശിക്ഷിക്കില്ലേ? അതുപോലെ നല്ലത് കാണുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ലത് മേടിച്ചു കൊടുക്കില്ലേ സന്തോഷിപ്പിക്കാൻ എന്ന് പറയുന്നത് പോലെ ഭഗവാൻ നമ്മളിൽ നിന്നും തെറ്റുപറ്റുമ്പോൾ അതിന് ചെറിയ ചെറിയ ശിക്ഷകൾ നമുക്ക് തന്നും, നന്മകൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് തന്നും. എന്തെന്നറിയില്ല, നമുക്ക് നാളെ എന്തൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നല്ലത് എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന ഭഗവാൻ എന്താണോ ഓരോ ദിവസവും അനുഭവിക്കാൻ, കാണാനും കേൾക്കാനും ചെയ്യാനും അനുഭവിക്കാനും നമുക്ക് നൽകുന്നത്, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഭഗവാനെ ഒരു മിത്രമായിട്ട്, സുഹൃത്ത്, ഇതിലും നല്ലൊരു സുഹൃത്ത് എനിക്ക് വേറെയില്ല. ഞാൻ വഴി തെറ്റിപ്പോകുമ്പോൾ എന്നെ വഴി കറക്റ്റ് ചെയ്ത് തരുന്ന, തെറ്റെങ്കിൽ തെറ്റ് എന്ന് എന്നോട് പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതൊരു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലത് എനിക്ക് കാണിച്ചു തരുന്ന എൻ്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നു കൊണ്ട് ആ ഭഗവാൻ എനിക്ക് തരുന്നത് ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭക്തരാ, അവനല്ല യഥാർത്ഥ ഭക്തൻ. പൃഥുവിൻ്റെ മുന്നിൽ ഭഗവാൻ സംതൃപ്തനായത് ഒന്നും വേണ്ട ഭഗവാനെ, എന്നും അഹങ്കാരമില്ലാതെ ലക്ഷ്മി ദേവിയെ പോലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കെട്ടിപ്പിടിച്ച്, ആ ശക്തിയാണ് എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ ചലിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന, അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങാണ്, ഞാനല്ല ചെയ്യുന്നത്, അങ്ങാണ് ചെയ്യുന്നത് എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട്, ആ സങ്കല്പത്തെ മനസ്സിൽ വെച്ചുകൊണ്ട്, എന്നാൽ ഭൂമിയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണ്ടേ? ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതല്ലേ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത് പൃഥുവിനോട്, നേരെ ഇങ്ങടെ എൻ്റെ കൂടെ പോകുന്നൊന്നല്ല, ഞാൻ നിനക്ക് നിർദ്ദേശിച്ചു തന്ന കർമ്മം, നീ ആരായി ജനിച്ചു, നിനക്ക് എങ്ങനെയാണ് പൃഥുവായി വേനപുത്രനായി ജനിച്ചു, രാജ്യഭരണാധി കയ്യിൽ വന്നു, അപ്പോൾ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ആ കർമ്മത്തെ ഞാനൊന്ന് അഹങ്കാരമില്ലാതെ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് നീ ചെയ്യൂ. അപ്പോൾ നീ എല്ലായിടത്തും, അങ്ങനെ ചെയ്യുന്നവർ എല്ലായിടത്തും ശ്രേഷ്ഠരായി ഭവിക്കും. അപ്പോൾ അതാണ് യഥാർത്ഥ ഭക്തൻ്റെ മാർഗം. അവനാണ് യഥാർത്ഥ ഭക്തൻ. അതിനെയാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് ഈ ലോകത്ത് കാണിച്ചു കൂട്ടുന്നതൊന്നുമല്ല ശരിയായ ഭക്തി എന്ന് പറയുന്നത്. അതാണ് പൃഥുവിൻ്റെ ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായോ?